Once again, welcome back to KCS Classes. KCS Classes-ന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com കോഴ്സിന് അഡ്മിഷൻ എടുത്ത് ആ ഒരു കോഴ്സിൻ്റെ അവസാന ഘട്ടത്തിലോട്ടാണ് കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ 4th സെമസ്റ്റർ M.Com എക്സാമിനേഷൻ എപ്പോഴായിരിക്കും നടക്കാൻ സാധ്യത? ദെൻ ഇപ്പോൾ SD സ്റ്റുഡൻസിൻ്റെ കോൺടാക്ട് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. റെഗുലർ കോളേജിലൊക്കെ അവരുടെ ക്ലാസ്സസ് ഏകദേശം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. SD സ്റ്റുഡൻസിൻ്റെ കോൺടാക്ട് ക്ലാസ്സിൻ്റെ അവസാന ദിവസം വരുന്നത് April 7 സോ അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ എക്സാം വരാനുള്ള സാധ്യത ഉണ്ടോ? കാരണം ഫസ്റ്റ് സെമസ്റ്റർ M.Com എക്സാം ആക്ച്വലി കോൺടാക്ട് ക്ലാസ് കഴിയുന്നതിനേക്കാൾ മുമ്പ് തന്നെ എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതുപോലെ തന്നെ ഏപ്രിൽ ആ ഒരു ടൈമിൽ എക്സാം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? ഇതാണ് കുട്ടികൾ ചോദിക്കും. നെക്സ്റ്റ് നമുക്കറിയാം M.Com സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴാണ് കുട്ടികൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള UGC നെറ്റ് എന്ന് പറയുന്ന എക്സാമിന് എലിജിബിൾ ആവുക, അപ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. M.Com സെക്കൻഡ് ഇയർ പഠിക്കുന്ന കുട്ടികൾക്ക് നെറ്റ് എക്സാമിന് അപ്പിയർ ചെയ്യാൻ സാധിക്കും, അപ്ലൈ ചെയ്യാൻ സാധിക്കും. സോ നമുക്ക് ജൂൺ 10 ഇപ്രാവശ്യത്തെ നെറ്റ് എക്സാം വരുന്നത്. സോ നമ്മുടെ 4th സെമസ്റ്റർ M.Com-ൻ്റെ എക്സാമും നെറ്റ് എക്സാമും ഒക്കെ ആയിട്ട് ക്ലാഷ് ആവാൻ സാധ്യതയുണ്ടോ? അത്രത്തോളം ലേറ്റായി പോകാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെയും ചോദിക്കുന്നുണ്ട് കുട്ടികൾ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നമുക്ക് SD-യുടെ കോൺടാക്ട് ക്ലാസ് ഫിനിഷ് ചെയ്യുന്നത് April 7 സോ അതിനുശേഷം നമുക്കറിയാം ഇപ്പോൾ എലക്ഷൻ നടക്കാൻ പോവാണ്. നമ്മുടെ അവിടെയൊക്കെ April 26 എലക്ഷൻ്റെ ഡേറ്റ് വന്നിരിക്കുന്നത്. എലക്ഷൻ്റെ ഒരു കാര്യമുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഏപ്രിൽ മാസം കഴിഞ്ഞ് മെയ് മാസത്തിലോട്ടാണ് നമ്മൾ കൂടുതൽ 4th സെമസ്റ്റർ M.Com-ൻ്റെ എക്സാംസ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ആക്ച്വലി പറയാനുള്ള മറ്റൊരു കാര്യം, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇപ്രാവശ്യം ഈ ഒരു അക്കാഡമിക് ഇയറിൽ പ്രോപ്പറായിട്ടുള്ള എക്സാമിൻ്റെ ഡേറ്റും മറ്റു കാര്യങ്ങളൊന്നും ഡിക്ലെയർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര അൺസർട്ടനിറ്റി കുട്ടികളുടെ ഭാഗത്ത് നിന്ന് കുട്ടികൾ ഫേസ് ചെയ്യുന്നുണ്ട്. എന്നാലും നമ്മൾ ഇപ്പോഴത്തെ എലക്ഷൻ്റെ കാര്യങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് മെയ് മാസത്തിലൊക്കെ ആകാനാണ് കൂടുതൽ സാധ്യത M.Com 4th സെമസ്റ്റർ എക്സാംസ്. സോ അത് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഓൾറെഡി 4th സെമസ്റ്റർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ പ്രിപ്പറേഷൻ UGC നെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് ജൂണിൽ പോയിട്ട് എഴുതാനും സാധിക്കും. ഇപ്പോൾ നിങ്ങൾ മെജോറിറ്റി കുട്ടികൾ ഇപ്പോൾ സെക്കൻഡ് ഇയർ പഠിക്കുന്ന കുട്ടികൾ നെറ്റ് എക്സാമിന് അപ്പിയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ഒരു എക്സാം ഒന്ന് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും മെജോറിറ്റി. കാരണം അവരുടെ കോഴ്സ് കഴിഞ്ഞിട്ടില്ല. സോ അതിനുശേഷം ഡിസംബറിലേക്ക് ആയിരിക്കും മെജോറിറ്റി കുട്ടികൾ ഫോക്കസ് പോകുക. അപ്പോൾ നിങ്ങൾ ഓൾറെഡി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. അപ്ലിക്കേഷൻ്റെ ഡേറ്റ് ഒന്നും വന്നിട്ടില്ല അതിൻ്റെയും. അപ്പോൾ നെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് UGC നെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ എക്സാം എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട് മെജോറിറ്റി കുട്ടികൾ ഇരിക്കുന്നുണ്ട്. അവർക്ക് അതിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ ഡേറ്റ് വരുമ്പോൾ അപ്ലൈ ചെയ്ത് ജൂണിൽ പോയി എക്സാം ഒന്ന് അറ്റൻഡ് ചെയ്ത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാം. ബട്ട് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൊരു കാര്യം, നമ്മൾ 4th സെമസ്റ്റർ M.Com പ്രതീക്ഷിക്കുന്നത് മെയ് മാസത്തിലാണ്. ആ എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ നന്നായി പ്രിപ്പയർ ചെയ്യുക. ദെൻ അതിനുശേഷം നിങ്ങൾ ഡിസംബറിലോട്ട് നെറ്റിൻ്റെ ഫോക്കസ് കൂടുതൽ കൊടുക്കുക. ടീച്ചിങ്ങിലോട്ട് താല്പര്യമുള്ള കുട്ടികൾക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസറായി കോളേജിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ നെക്സ്റ്റ് ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം UGC നെറ്റ് പ്രിപ്പയർ ചെയ്ത് അത് നേടുക എന്നുള്ളതാണ്. സോ നിങ്ങൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അത് കഴിഞ്ഞ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ നെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്ത് അപ്പിയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. കാരണം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള അതേ സിലബസ് തന്നെയാണ് നെറ്റിന് വരുന്നത്. അത് നിങ്ങൾക്ക് വളരെ ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ഓക്കെ, ദെൻ നമ്മുടെ സ്ഥാപനം UGC നെറ്റിന് ഇതുവരെ നമ്മൾ ഓഫ്ലൈനായിട്ടാണ് കൂടുതൽ കോച്ചിങ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഇപ്രാവശ്യം മുതൽ UGC നെറ്റിന് ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ 4th സെമസ്റ്റർ എക്സാംസ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ UGC നെറ്റിൻ്റെ കോച്ചിങ് ആരംഭിക്കുന്നുണ്ട്. ഡിസംബറിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഫോക്കസ് വരുന്നത്. സോ നിങ്ങൾക്ക് അഡ്മിഷൻ ഇപ്പോൾ തന്നെ എടുത്തു തുടങ്ങാൻ സാധിക്കും. ദെൻ M.Com 4th സെമസ്റ്റർ എക്സാംസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച നെറ്റ് എക്സാം ഡിസംബറിലോട്ട് എഴുതാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ടുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മുടെ
ചാനലിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. 3rd സെമസ്റ്ററിൽ നമ്മൾ ചെയ്ത പോലെ തന്നെ 4th സെമസ്റ്ററിലെയും ഓരോ സബ്ജക്റ്റിൻ്റെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ്, എക്സാമിനേഷൻ ടിപ്സ്, ലൈവ് സെഷൻസ് ഇതൊക്കെ ചാനലിലൂടെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. റിലേറ്റഡ് വിത്ത് 2 ഡൗട്ട്സ് ആണ് ഉണ്ടായിരുന്നത്, MCOM 4th സെമസ്റ്റർ എക്സാമും അതുപോലെ തന്നെ UGC നെറ്റിൻ്റെ കാര്യങ്ങളും. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.